ആഗോള അയ്യപ്പ സംഗമത്തിൽ 4126 പങ്കെടുത്തതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 182 പേർ പങ്കെടുത്തതായും മന്ത്രി കണക്ക് നിരത്തി. ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചതോടെയാണ് കണക്ക് പുറത്തുവിട്ടത്. രാവിലെ മുതൽ തന്നെ രജിസ്ട്രേഷൻ ആരംഭിച്ചെങ്കിലും പരിപാടി തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് വരെ ഒഴിഞ്ഞ കസേരകൾ കാണാമായിരുന്നു. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിന് വേദിയിലെത്തിയ ശേഷമാണ് സദസ്സിൽ ആളെത്തിയത്. മുഖ്യമന്ത്രി വേദി വിട്ടതും ഒഴിഞ്ഞ കസേരകളുടെ എണ്ണം കൂടാൻ തുടങ്ങി. ഇതോടെ അയ്യപ്പ സംഗമം പരാജയമായിരുന്നുവെന്ന പരിഹാസവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ആഗോള അയ്യപ്പ സംഗമം ഒരു വൻ പരാജയമായി പോയി. 50 രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ വരുമെന്ന് പറഞ്ഞു. ഒരു വിദേശ രാജ്യത്തെ പ്രതിനിധി ആരും അവിടെ കണ്ടില്ല. തന്നെയുമല്ല, മുഖ്യമന്ത്രി പ്രസംഗം കഴിഞ്ഞ ശേഷം അവിടെ ആരും പിന്നെ ഉണ്ടാകും. കാരണം പാർട്ടിക്കാരായിരുന്നു കയറിയിരുന്ന മുഴുവൻ. വിദേശ രാജ്യത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരുടെ എണ്ണം എണ്ണി പറഞ്ഞാണ് മന്ത്രി വി എൻ വാസവൻ ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിരോധം തീർത്തത്. 4126 പേരാണ് പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 2125 പേർ കേരളത്തിന് വെളിയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ 182 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യത്ത് പങ്കെടുത്ത ശ്രീലങ്കയിലാണ്. ഒക്ടോബറിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു. മീഡിയ 1 പമ്പ.